ഇന്ന് ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് റാങ്കിങ്ങിൽ നിൽക്കുന്ന നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ ഏഷ്യയിലെ ഫസ്റ്റ് റാങ്കിങ്ങിനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ലോകത്തിൽ നോക്കിയാൽ 19ാം റാങ്കിൽ നിൽക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് മറ്റ് എക്സാംസ് ഒന്നുമില്ല. അതായത് നിങ്ങൾ മെഡിസിനോ അല്ലെങ്കിൽ അഗ്രികൾച്ചറിനോ അങ്ങനത്തെ ഫീൽഡിലൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് ഫീൽഡുകളിൽ മാത്രമാണ് എക്സാമുകളും അതുപോലെ എസ്സേസ് അങ്ങനത്തെ എക്സാമുകളും ഒക്കെ വരുന്നത്. മറ്റൊന്നിൽ ഇവർക്ക് എക്സാമോ ഒന്നുമില്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം കൊടുത്താൽ നിങ്ങളുടെ അക്കാദമിക്സ്, അതായത് നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും നല്ലതായിട്ട് നിങ്ങളുടെ സബ്ജക്റ്റിൽ ടോപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാം. 12th ഫിസിക്സ് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ അതുപോലെ മാത്സിലോ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ കയറാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ എക്സാം ഇപ്പം ടോഫ്ലോ IELTS പോലത്തെ ഒരു എക്സാമുകളും നിങ്ങൾ എഴുതേണ്ട. ഇംഗ്ലീഷ് നിങ്ങളുടെ ലാംഗ്വേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ കയറാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് IIT JEE ഇതൊക്കെ ഉള്ള സ്കോറുകൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ബാക്കപ്പ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാം. നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങളുടെ അക്കാദമിക്സിൽ നിങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും എടുത്തു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ഇതൊക്കെ അവർ ലാസ്റ്റിലാണ്, ബാക്കപ്പിന് മാത്രമാണ് നോക്കുന്നത്. അക്കാദമിക്സ് മാത്രമാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. 2400 രൂപ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ഫീസ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അയക്കുമ്പോൾ എല്ലാത്തിനും ആപ്ലിക്കേഷൻ ഫീസ് ഉള്ള പോലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിലും 2400 രൂപയെ ആവുന്നുള്ള ആപ്ലിക്കേഷൻ ഫീസ്. ഒരു 7000-8000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വരാം. സിംഗപ്പൂർ പോയിട്ട് വരാവുന്ന ആ ഒരു ബഡ്ജറ്റിൽ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ. അതുപോലെ തന്നെ ഇതില് വേറൊരു പ്രത്യേകത എന്ന് അക്കാദമിക്സ് നിങ്ങൾ നല്ല ഒരു ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതില് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒരു മാസം കഴിഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഗ്രാൻഡ്സ്. അതുപോലെ നിങ്ങൾക്ക് കുറെ ഗ്രാൻഡുകൾ കിട്ടുന്നു, സ്കോളർഷിപ്സ് കിട്ടുന്നു. സോ സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ അവരുടെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിന്റെ മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, എഞ്ചിനീയറിംഗിന് സ്കോളർഷിപ്പ് ഉണ്ട്. സോ ഇത് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീസും നിങ്ങളുടെ കോളേജ് ഫീസും ട്യൂഷൻ ഫീസും എല്ലാം ഇതിൽ കവർ ചെയ്യും. ഇതിന്റെ കൂടെ അവർ പറയുന്നത് പാർട്ട് ടൈം വർക്കും കൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും സ്റ്റഡി ആൻഡ് പാർട്ട് ടൈം വർക്കിനുള്ള അവസരമുണ്ട്. സോ 1 ലക്ഷം രൂപയാണ് മാസം നിങ്ങളുടെ അവിടുത്തെ ചെലവെങ്കിൽ 1 ലക്ഷം രൂപയാണ് മാസം ചെലവ് വരുന്നത്. സോ 1,60,000 രൂപ അല്ലെങ്കിൽ 1,69,000 രൂപ വരെ നിങ്ങൾക്ക് അവിടെ ഏൺ ചെയ്യാൻ പറ്റും. അതായത് 1 ലക്ഷം രൂപ നിങ്ങളുടെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നിങ്ങളുടെ സമ്പാദ്യമായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ അവിടെ സ്കോളർഷിപ്പ് 2-3 സ്കോളർഷിപ്പ് ഉണ്ട്. ഏതെങ്കിലും 2 സ്കോളർഷിപ്പ് കിട്ടിയാൽ തന്നെ 1/4 ഫീസും നിങ്ങൾക്ക് അടച്ചു തീർക്കാവുന്നതാണ്. ബാക്കി നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ നിങ്ങളുടെ സേവിങ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതുമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് ട്രാവൽ അലവൻസ് വരെ, ട്രാവൽ ചെയ്യുന്ന കാശ് വരെ അവർ തിരിച്ചു തരും. ഇതിന്റെ കൂടെ നമുക്കറിയാം സിംഗപ്പൂർ എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി, മെഡിക്കല് എല്ലാത്തിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അവർ 3 വർഷത്തെ ബോണ്ട് നിങ്ങളുമായിട്ട് വെക്കുന്നുണ്ട്. കാരണം 3 വർഷം നിങ്ങൾ അവിടെ വർക്ക് ചെയ്താൽ അവർക്ക് നിങ്ങൾക്ക് മുടക്കിയ കാശ്, ഗവൺമെന്റ് ഇപ്പം നിങ്ങൾ ഫുള്ള് സ്കോളർഷിപ്പിലാണ് പഠിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മുടക്കിയ കാശ് കിട്ടും. അല്ലെങ്കിൽ GDP അവരുടെ ഇതിൽ രാജ്യത്തേക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്ന ഉള്ള ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് അവർ 3 വർഷത്തേക്കുള്ള ഒരു ബോണ്ട് ചിലപ്പോൾ സൈൻ ചെയ്യേണ്ടി വരും.
സോ അതെല്ലാം നമുക്ക് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ആവും, പിന്നെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. സോ ഇതെല്ലാമാണ് അവരുടെ കണ്ടീഷൻ. പക്ഷേ മറ്റു യൂണിവേഴ്സിറ്റികളെ പോലെയല്ല, മൊത്തത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോളർഷിപ്പും നിങ്ങളുടെ പഠിത്തവും നിങ്ങളുടെ വർക്കിങ്ങും എല്ലാം ചേർത്ത് പഠിച്ചിറങ്ങാവുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ. അതുപോലെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കിങ്ങിലായതുകൊണ്ട് തന്നെ ജോലിയൊന്നും നമുക്ക് നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. 93% ജോലിക്കുള്ള ഓപ്ഷൻസ് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു 12 ലക്ഷം 14 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സും 24 lakhs ഉണ്ടെങ്കിൽ ഗ്രാജുവേഷൻ കോഴ്സും അതുപോലെ ഒക്കെ ചെയ്യാവുന്നതാണ്. MBBS മെഡിക്കൽ ആ വിഭാഗങ്ങളിൽ മാത്രം 1 കോടി രൂപയൊക്കെ ആവുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങളുടെ ചെലവിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആണ് ഇത് നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശില്ല, പക്ഷെ നിങ്ങൾ അക്കാദമിക്സിൽ നല്ല സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റു കുട്ടികളെക്കാട്ടിലും നിങ്ങൾ വളരെ എക്സ്ട്രാ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗ്രാൻസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. ഗവൺമെന്റ് ചെലവിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാം, ജോലി ചെയ്യാം, അതിനൊപ്പം സമ്പാദിക്കാം. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏറ്റവും ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് റാങ്കിങ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചെന്ന തീർച്ചയായിട്ടും അതൊരു ഭയങ്കര ക്രെഡിറ്റ് ആണ്. അത് കിട്ടാത്ത പേരാണ് കൂടുതൽ. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടുന്നെന്ന് പറഞ്ഞാൽ വളരെ ഒരു വലിയ അംഗീകാരം കൂടിയാണ്. സോ അതിനുള്ള ചാൻസ് ഉണ്ട് നമ്മളുടെ സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിൽ. അതുപോലെ തന്നെ പോയി വരാനും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു രാജ്യം കൂടെയാണ് സിംഗപ്പൂർ. അതുപോലെ തന്നെ ഹിന്ദി ലാംഗ്വേജ്, തമിഴ് ലാംഗ്വേജ്, നമ്മുടെ ലാംഗ്വേജസ് ഒക്കെ അവിടെ കുറെ യൂസ് ചെയ്യുന്നുണ്ട്. തമിഴൊക്കെ അവിടെ കോമൺ ലാംഗ്വേജ് ആണ്. ഹിന്ദി അവര് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹിന്ദി. അത് തന്നെ അവര് വേറെ കോഴ്സുകളും ചെയ്യുന്നുണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ. സോ അങ്ങനെ നമുക്ക് ഇന്ത്യൻസിന് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ. അവിടെ പഠിച്ചിരിക്കുന്നതെല്ലാം അവിടുത്തെ അലുമിനീസ് എല്ലാം പ്രൈം മിനിസ്റ്റർ, അവരുടെ ചീഫ് മിനിസ്റ്റർ, ഫോറിൻ മിനിസ്റ്റർ, അങ്ങനെ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ്. സോ അങ്ങനത്തെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഒക്കെ വന്നിട്ട് അവർക്ക് ക്ലാസ്സസ് എടുക്കുകയും കോഴ്സസ് എടുക്കുകയും അവർക്ക് അങ്ങനത്തെ കുറെ കോഴ്സസും ക്ലാസ്സസും ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഏറ്റവും നല്ല ആൾക്കാരെ തന്നെ അവർ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കുകയും അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നിങ്ങളെ വിടുകയും പഠിപ്പിക്കുകയും അങ്ങനത്തെ എല്ലാ അഡ്വാൻസ് ടെക്നോളജീസും യൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒരു സൂപ്പറായ ഒരു യൂണിവേഴ്സിറ്റിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. നിങ്ങൾക്ക് നിങ്ങൾക്ക് അക്കാദമിക്സ് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയാൽ ഒട്ടുമിക്ക നിങ്ങളുടെ പഠിത്തത്തിനുള്ള ഫീസും കാര്യങ്ങളും എല്ലാം അവർ നോക്കിക്കോളും. നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ള ഒരു മെയിൻ ജോലി മാത്രമേ അവിടെ കാണത്തുള്ളൂ. സോ അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ജനുവരി തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അവരുടെ ആപ്ലിക്കേഷൻ. ചില കോഴ്സസിന് അവർ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രാൻഡ് ഇതുപോലെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അതുപോലെ മെയ് ജൂൺ സമയത്തും ആപ്ലിക്കേഷൻ അവർ എടുക്കുന്നുണ്ട്, ഓപ്പൺ ആണ്. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. സോ അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് അവർ നോക്കുകയും പിന്നെ അതിന് ടെസ്റ്റ് ഒന്നുമില്ല, എസ്സേസ് ഒന്നുമില്ല, IELTS മറ്റു കാര്യങ്ങളൊന്നും. ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയാണ് മെയിൻ കാര്യങ്ങൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിൽ പഠിക്കാനായിട്ട്.